ഈ ക്ലാസ്സിൽ നമുക്ക് പ്രിപ്പയർനെസ് ത്രൂ ഐ ഇ സി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിസാസ്റ്ററിനെ നേരിടാൻ ഈ 3 കാര്യങ്ങൾ, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇവ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ. ഇപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിവുകൾ, ഡിസാസ്റ്റർ സംബന്ധിച്ച അറിവുകൾ. അപ്പം അറിവുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് ഫ്ലഡിൻ്റെ ഒക്കെ എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം. നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്ന, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഡാറ്റ, അതായത് ഒരു അഫക്റ്റഡ് ഏരിയയിൽ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് മുൻകാലങ്ങളിലുണ്ടായ അനുഭവങ്ങൾ വെച്ച് ഒരു നല്ലൊരു പഠനം നടത്തിയതിന് ശേഷം ഉള്ള ഡാറ്റ ആയിരിക്കണം. അതായത് ഇതിനകത്ത് ഒരു അവ്യക്തതയില്ലാത്ത തരത്തിലായിരിക്കണം ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്. ഇനി അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അതായത് യഥാർത്ഥമായ മുൻകാല അനുഭവങ്ങളിൽ നിന്നുണ്ടാക്കിയ സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഇനി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാം ഓപ്പണിങ്. ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്താൽ, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഓപ്പൺ ചെയ്താൽ എത്ര സമയം കൊണ്ട് വെള്ളം ഒരു റീജിയണിൽ ഒരു ഹൈറ്റ് റൈസ് ചെയ്യാം, അതൊക്കെ നമുക്ക് നേരത്തെ മുൻകാല അനുഭവങ്ങളിലുള്ളതാണ്, അല്ലെങ്കിൽ ബൈ കാൽക്കുലേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിയിപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക്, ആ റീജിയനിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ മുൻകരുതലെടുക്കാനും ഒരു പക്ഷേ വേണ്ടി വന്നാൽ തന്നെ മറ്റ് റീജിയനിലോട്ട് ഒരു ടെമ്പററി ആയിട്ട് താമസം മാറ്റാനും സാധിക്കുള്ളൂ. അടുത്തത്, ഇപ്പോൾ ഇൻഫർമേഷനെ കുറിച്ച് ഇത്ര പറയാനുള്ളത്. ഇൻഫർമേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇനി റിയലിസ്റ്റിക് ആയിരിക്കണം. ഇനി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്, അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതുമായിരിക്കണം. അതായത് അതുണ്ടാവാനുള്ള സാധ്യത, അതിൻ്റെ ഇൻറ്റൻസിറ്റീന്, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള സാധ്യത, ഇപ്പോൾ വാട്ടർ ലെവൽ റൈസ് ചെയ്യാനുള്ള സാധ്യത, ഇനി എത്രത്തോളം ആയിരിക്കും ഇൻറ്റൻസിറ്റി, ആ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻഫർമേഷൻ. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ. അപ്പോൾ ചിലരുടെ തന്നെ, അപ്പോൾ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാറ്റാലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് മാറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എഡ്യൂക്കേഷന് സ്കൂൾ എഡ്യൂക്കേഷൻ അല്ല ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത്, സ്കൂള് കോളേജ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു റീജിയണിലെ ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഫാറ്റലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിധി എന്നൊക്കെ ആൾക്കാർ പറയുന്നത്, അതാണ് ഫാറ്റാലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഫാറ്റാലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് മാറുന്ന തരത്തിലായിരിക്കണം. എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെ കുറേ നാശനഷ്ടങ്ങളുണ്ടാകും, അങ്ങനെയുള്ള ഇതൊക്കെ ഒരു വിധിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റേണ്ട തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ. ഇനി മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടാർഗറ്റ് ഗ്രൂപ്പ്സ്, അതായത് നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പറഞ്ഞു ഇവിടെ സ്കൂൾ എഡ്യൂക്കേഷനോ കോളേജ് എഡ്യൂക്കേഷനോ അല്ല ഉദ്ദേശിക്കുക, ഒരു ജനങ്ങളുടെ ഒരു ബോധവൽക്കരണം. അപ്പോൾ ഈ ജനങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലോ ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും, യൂത്ത് ഉണ്ടാവും, സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടാവും. ഓരോ കാറ്റഗറിനെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ഇനി ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. കൺസിഡർ ട്രഡീഷണൽ നോളജ് ഓഫ് ദി കമ്മ്യൂണിറ്റി, അതായത് ഇത് ഒരു ബോറാവുന്ന തരത്തിലോ ഒന്നും ആകരുത്. അവരെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ആ എഡ്യൂക്കേഷനിലൂടെ അവരിൽ ഇതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട തരത്തിലായിരിക്കും എഡ്യൂക്കേഷൻ. ഇനി ട്രഡീഷണൽ നോളജ്, അതായത് അവരുടെ പരമ്പരാഗതമായ അറിവുകൾ ഈ എഡ്യൂക്കേഷൻ നമ്മൾ പരിഗണിക്കണം. അതായത് അവരെയും കൂടെ പരിഗണിക്കണം. ജസ്റ്റ് ഒരു റീജിയനിൽ പോയിട്ട് കുറച്ച് സയൻറ്റിഫിക് സ്റ്റഡി നടത്തി അങ്ങ് പറയുക എന്നുള്ളതല്ല. സയൻറ്റിഫിക് സ്റ്റഡി തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ട്രഡീഷണൽ നോളജ് പരിഗണിക്കണം. ഇപ്പം നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങി. പിന്നെ ഇവർ പോകുമ്പോൾ, ഇപ്പം ഒരു റീജിയൻ മൊത്തം വെള്ളമായിട്ട് കവറായിട്ട് കിടക്കുകയാണ്. ഇവർ പോകുമ്പോൾ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. എന്ത് വരണം, ഈ റൂട്ട്, ആ പ്രദേശത്തെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പം അവർ രക്ഷാപ്രവർത്തകരാകണമെന്നില്ല, ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് റീജിയൻ മൊത്തം കവറായി റോഡ് ഒന്നും കാണുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് ഫുള്ള് വാട്ടർ കവേർഡായ റീജിയനിൽ വേറെ അടയാളങ്ങളൊന്നും കാണുന്നില്ല, കുറച്ച് വൃക്ഷങ്ങളും അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ, അത് വെച്ച് സ്ഥലങ്ങളെ ജഡ്ജ് ചെയ്യാനും ആ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ നോളജ് ഉള്ളത് അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ നോളജ് നമ്മൾ പരിഗണിക്കണം. ഇനി അടുത്ത്
ഇറാഡിക്കേറ്റ് ഇല്ലോജിക്കൽ ഐഡിയാസ് ആൻഡ് കസ്റ്റംസ് കെയർഫുള്ളി. അതായത് ഒട്ടും ലോജിക്കലാത്ത ഐഡിയാസ്, അതായത് ഫാൾസ് ബിലീഫ്സ് ഒക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം എന്ന അർത്ഥത്തിൽ. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ. IECൻ്റെ തേർഡാണ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ക്ലിയർ. അതായത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളിൽ യാതൊരു അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഡാം തുറക്കുന്ന കേസ് പറയാൻ, ഡാം ഇന്ന സമയത്തിനുള്ളിൽ തുറക്കുന്നതല്ല, കൃത്യം ഏത് സമയത്തിനുള്ളിൽ തുറക്കും, ഇനി എത്ര ടൈം കൊണ്ട് ആ റീജിയനിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും, അത് എത്രത്തോളം റൈസ് ചെയ്യും. അപ്പോൾ അത് ഈ വക കാര്യങ്ങൾ വിൽ ഹെൽപ്പ് ഇൻ ഇവേസീവ് ആക്ഷൻ, പെട്ടെന്നുള്ള ആക്ഷൻ എടുക്കാൻ ജനങ്ങൾ. അതായത് ഇപ്പോൾ 10 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഡാം തുറക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, കൃത്യസമയത്ത് തുറക്കും. അപ്പോൾ ഇന്ന സമയം കൊണ്ട് വാട്ടർ ലെവൽ ചിലപ്പോൾ 1/2 മീറ്റർ റൈസ് ചെയ്യും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ വ്യക്തം. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ ജനങ്ങൾക്ക് സേഫറായിട്ടുള്ള പ്ലേസിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാറി താമസിക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ഇൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ റെസ്ക്യൂ, അതായത് പിന്നെ നമ്മുടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ, ഇപ്പം GPS ലൊക്കേഷൻ, ഇപ്പം വാട്ടർ സറൗണ്ട് ചെയ്തിരിക്കുന്ന റീജിയണിൽ, അല്ലെങ്കിൽ വാട്ടർ എൻ്റയർലി വാട്ടർ കവറായ റീജിയണിൽ റെസ്ക്യൂ, ഐസൊലേറ്റഡ് ആയ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ, രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഒറ്റ കാര്യം മതി എന്തിന്, ഒരു റൂട്ട് അറിയാത്ത ആൾക്കും അങ്ങോട്ട് ഇപ്പോൾ ബോട്ടൊക്കെ ഇല്ലാണ്ട് ബോട്ടിലൊക്കെ പോയി അവരെ അവിടുന്ന് സെർച്ച് ചെയ്തുകൊണ്ട് വരാൻ. ഇനി അടുത്തത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ്, അതായത് സാറ്റലൈറ്റിൻ്റെ ഉപയോഗത്തോടെ നമുക്ക് എന്തെങ്കിലും ഐസൊലേറ്റഡ് ഏരിയ ഉണ്ടോ, അവിടെ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാം. ഇനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, സാറ്റലൈറ്റ് ഫോൺസ് ഉണ്ട്. ഇപ്പം ഒരു റീജിയനിൽ ഇപ്പോൾ ഫ്ലഡൊക്കെ എഫക്റ്റായി ടെലിഫോൺ ബന്ധങ്ങളൊക്കെ താറുമാറായി ടവറൊക്കെ തകരാറിലായെങ്കിൽ നമുക്ക് ഫോൺ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ കാര്യമില്ല. ആ കേസിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഫോണുകളൊക്കെ വളരെയധികം ഉപകാരപ്പെടും. പിന്നെ സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി, ഐസൊലേറ്റഡ് ആയ ഏരിയകളൊക്കെ കണ്ടെത്തുവാനും അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനും വളരെയധികം ഉപകാരപ്പെടും. ഇനി മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഇപ്പോൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫീസ്, GPS സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ മോണിറ്ററിങ്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് ആൾക്കാർ കുടുങ്ങി കിടപ്പുണ്ട്, അവരെത്രമാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, ഇനിയും ആരെങ്കിലും അവിടെ ഐസൊലേറ്റഡ് ആയിട്ട് കിടപ്പുണ്ടോ, ഇങ്ങനെയുള്ള വ്യക്തമായ മോണിറ്ററിങ്, സ്റ്റേജ് ബൈ സ്റ്റേജ് മോണിറ്ററിങ് ചെയ്യാൻ എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ ഓർ ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളിലൂടെയാണ്. താങ്ക് യു.